മക്കളെ നമുക്ക് വോട്ടിംഗ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ. തീ പാറും കിടുകിടാപ്പി വോട്ടിംഗ് റിസൾട്ടാണ്. അങ്ങനെ ഒന്നാം സ്ഥാനം കളിച്ച അനീഷേട്ടൻ തന്നെയാണ് മക്കളെ. അനീഷേട്ടൻ ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 17,285 വോട്ടുകൾ അനീഷ് സ്വന്തമാക്കി. പൊളി തന്നെ പൊളി. ഇതിനെ വെട്ടി അടിക്കാൻ വേണ്ടി ഓടി പുറകെ വമ്പൻ ഓട്ടമായിട്ട് വരുന്നത് അനുമോളാണ്. അനുമോൾക്ക് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. അനുമോൾക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 876 വോട്ടുകൾ അനുമോൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ഇവരെല്ലാവരും നല്ല ഇഞ്ചോടിഞ്ച് കോമ്പറ്റീഷൻ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷാനവാസ്. എൻ്റെ പെണ്ണല്ലേ, എനിക്ക് ഷാനവാസ് സംഭവിക്കണം. ഷാനവാസ് എനിക്ക് ആ മൂന്നാം പൊസിഷൻ മതി എന്ന് പറയുന്നത് നിൽക്കുവാണ്. ഷാനവാസിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 12,524 വോട്ടുകൾ ഷാനവാസ് ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നാലാം സ്ഥാനം നൂറയാണ്. നൂറയ്ക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 12,125 വോട്ടുകൾ. സത്യം പറഞ്ഞാൽ നൂറയും ഷാനവാസും തമ്മിലാണ് കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുട്ടി കുട്ടി വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അഞ്ചാം സ്ഥാനം അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള അക്ബറല്ല, സോറി ഗൈസ്. അഞ്ചാം സ്ഥാനം നെവിനുണ്ടോ, നെവിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 11,927 വോട്ട്. 27 വോട്ടുകൾ നെവിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. വോട്ടിംഗ് പറയുമ്പോൾ തെറ്റിപ്പോകുന്നെങ്കിലും വോട്ടിംഗ് കറക്റ്റാണ് കേട്ടോ. അങ്ങനെ ആംബുലൻസ് കൊണ്ടല്ലോ ഗൈസ്, ഒരു മിനിറ്റ്. ഈശോ കത്തണേ, കത്തണേ. മക്കളെ ആംബുലൻസ് പോയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആറാം സ്ഥാനം കളിച്ച അക്ബറാണ്. അക്ബറിന് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 10,521 വോട്ടുകൾ അക്ബർ നേടിയെടുത്തിട്ടുണ്ട്. ടോപ്പ് 6 നമ്മുടെ അക്ബറും വന്നിട്ടുണ്ട്. അങ്ങനെ ഏഴാം സ്ഥാനം ഈ ആഴ്ച മിഡ് വീക്ക് എവിക്ഷനിൽ അടിച്ച് പുറത്താക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ആദില. ആദിലയ്ക്ക് ഇതുവരെ കിട്ടിയുള്ള വോട്ടെന്ന് പറയുന്നത് 8,234 വോട്ടുകൾ മാത്രം കേട്ടോ. 8,234 വോട്ടുകൾ മാത്രമേ ആദിലയ്ക്ക് ഇതുവരെ സ്വന്തമാക്കാൻ പറ്റിയുള്ളൂ. സത്യം പറഞ്ഞാൽ നൂറേയും വോട്ടിങ്ങിനുണ്ട്, ആദിലയും വോട്ടിംഗ് ഉണ്ട്. ഈ നൂറേനെ ആദിലേൻ്റെ ഫാൻസ് ആർക്ക് വോട്ട് ചെയ്യും മക്കളെ? ആദിലേക്ക് വോട്ട് കുത്തിയാൽ നൂറാവട്ടോ, നൂറയ്ക്ക് വോട്ട് കുത്തിയാൽ ആദിലാവട്ടോ. അപ്പോൾ എന്ത് ചെയ്യാനാ, ഒരാളങ്ങ് അടിച്ച് പുറത്താക്കാമെന്ന് വിചാരിച്ചു. അത് ആദില തന്നെയാണ്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീണ്ടും വരാം. ബൈ.